അസ്ലം വീണ്ടും പാലക്കാട്. അസ്ലം, എന്താണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാം റൗണ്ടാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള രണ്ടാം റൗണ്ടിലാണോ ഇപ്പൊ എണ്ണൽ നടക്കുന്നത്? ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ബി.ജെ.പിയുടെ ഒരു തുടർച്ച പ്രവചിക്കാൻ കഴിയുമോ അസ്ലം? നിഷാദ്, 2011 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1862 ലീഡ് രണ്ടാം റൗണ്ടിൽ മാത്രം ബി.ജെ.പി ലഭിച്ചു. അതായത് 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ 1200 അതായത് 3000 വോട്ടിന്റെ ലീഡ് ബി.ജെ.പിക്ക് ഉണ്ടായതാണ്. രണ്ടാം റൗണ്ടിൽ 1200, 1000 റൗണ്ടിൽ 1800 അടക്കം 3000 വോട്ടിന് ലീഡ് രണ്ടാം റൗണ്ടിൽ ഉണ്ടായതാണ്. അതേസമയം നമുക്കറിയാം, ഇപ്പോൾ 1016 എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു 700-ഓളം വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ബി.ജെ.പി എത്ര വോട്ട് പിടിക്കുന്ന അനുസരിച്ചായിരിക്കും ബി.ജെ.പിയിലേക്ക് വേഗം കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബി.ജെ.പിക്ക് ഒരുപക്ഷെ കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മേഖലകളാണ് രണ്ടാമത്തെ റൗണ്ടിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കായിരിക്കും സ്വാഭാവികമായി ലീഡ് ഉണ്ടാവുക. അത് കുറയുമോ കൂടുകയോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല, നമ്മൾ കാണേണ്ട പുതിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഡോക്ടർ പി സരിൻ നഗരമേഖലയിൽ വോട്ടുകൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ സരിന്റെ വോട്ട് വർദ്ധനയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അസ്ലം, ഇപ്പോൾ ഈ കൽപ്പാത്തി, കുമാരപുരം ഒക്കെ എന്ന് പറയുമ്പോൾ CPM അങ്ങനെ വോട്ടുകൾ അധികം ഇല്ലാത്ത ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ അവിടെ നിന്ന് സരിന് അപ്പുറത്തുനിന്ന് വോട്ടെടുത്തു എന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. അതായത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ മുതൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് വേണ്ടി നൽകുന്ന വോട്ട് കഴിഞ്ഞ തവണ ഈ ശ്രീധരനിലും LDF-ലെ ഡോക്ടർ പി സരിനിലേക്ക് വന്നുവെന്ന സൂചനകൾ വന്നിരുന്നു. ആദ്യത്തെ റൗണ്ടിലെ വോട്ടുകൾ എണ്ണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അതാണ്. 891 വോട്ടുകളാണ് കഴിഞ്ഞ ആദ്യത്തെ റൗണ്ടിൽ നിന്നും ഈ റൗണ്ടിലേക്ക് വരുമ്പോൾ LDF-ന് വർദ്ധിച്ചത്. എന്ന് പറഞ്ഞാൽ നഗരസഭയിൽ ഡോക്ടർ പി സരിനിലൂടെ LDF വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. നമുക്കറിയാം, നഗരസഭയിലാണ് അവർക്ക് പ്രാധാന്യമില്ലാത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് പിരായിരിയുടെ കഴിഞ്ഞ് കണ്ണാടിയിലും മാത്തൂരിലൊക്കെ പോകുമ്പോൾ ശക്തമായ സാന്നിധ്യമാണ് LDF. അങ്ങനെ വരികയാണെങ്കിൽ LDF രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം കൂടി വരും. കാരണം ഇപ്പോൾ ലഭിക്കുന്ന ലീഡെന്ന് ഒരുപക്ഷെ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ലീഡ് കുറഞ്ഞിരുന്നാൽ ബി.ജെ.പിക്ക് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ എത്രയാവുമെന്ന് നമുക്ക് അതിൽ ഈ 8 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ അതായത് നഗരസഭ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഒന്നാം സ്ഥാനം എന്നതുപോലെ തന്നെ രണ്ടാം സ്ഥാനവും പറയാൻ സാധിക്കും. തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ 16,000 വോട്ട് മാത്രം, 17,000-ൽ താഴെ വോട്ട് മാത്രമാണ് LDF-ന് 10 റൗണ്ട് അതായത് നഗരസഭ കഴിയുമ്പോൾ ലഭിച്ചിരുന്നത്. അവിടെ നിന്ന് 34,000 വോട്ട് UDF-നും 28,000 ബി.ജെ.പിക്കും 28,000 വോട്ടം UDF-ന് ലഭിച്ചിരുന്നു. അതായത് 10 റൗണ്ട് കഴിയുമ്പോൾ ഈ 16,000-ൽ നിന്നും എത്രത്തോളം LDF വോട്ട് വർദ്ധിപ്പിച്ചു അതിനനുസരിച്ചായിരിക്കും അവരുടെ രണ്ടാം സ്ഥാനം ലഭിക്കുക. കാരണം അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി അവിടെ LDF UDF മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും LDF-ന് പ്രത്യേകിച്ച് ഇത്തവണ കണ്ടത് കണ്ണാടിയിലും മാത്തൂരും ഒക്കെ തന്നെയും LDF സജീവമായി പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഏതോ തരത്തിൽ ബി.ജെ.പി വരാതിരിക്കാൻ വേണ്ടി UDF നൽകിയ വോട്ട് പോലും LDF ക്യാമ്പിൽ നിന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സരൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആദ്യ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 10 റൗണ്ട് വേണോ 8 റൗണ്ട് വേണോ? ഇക്കാര്യത്തിൽ 7 റൗണ്ട് കഴിഞ്ഞാൽ തന്നെ നഗരസഭ കഴിയും പിരായിരിയിലേക്ക് കടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിരായിരി, മാത്തൂര്, കണ്ണാടി ഇവിടെയൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മത്സരം വരുന്നത്. ബി.ജെ.പിയുടെ സ്ട്രോങ് ഹോൾഡാണ് ഇവിടെ തന്നെ ബി.ജെ.പിയുടെ വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷയാണ്. പ്രത്യേകിച്ചും ബി.ജെ.പിയിൽ നിന്ന് വോട്ടടർത്തി മാറ്റാൻ പി സരിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ രാഷ്ട്രീയ ന്യായമായി മാറുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് മറ്റൊന്നുമില്ലെങ്കിലും ആ എഡ്യൂക്കേഷന്റെ ലെവലിൽ, അതായത് മിഡിൽ ക്ലാസ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, സവർണ മിഡിൽ ക്ലാസ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് തന്നെ വോട്ട് ചെയ്യുക എന്നൊരു നിബന്ധന അവർക്കില്ല. അവർക്ക് ഉള്ളിൽ അങ്ങനെയില്ല. അവരുടെ ആ മേഖലയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ചിഹ്നവും കൂടി വലിയ നിർണായകമായ കാര്യമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ല എന്നുള്ളത് കൊണ്ട് ചേലക്കരയിലെയും പാലക്കാട്ടിലെയും കണക്കുകൾ ഇപ്പോഴും മറിയുന്നില്ല. പാലക്കാട് 1016 വോട്ടുമായിട്ട് ലീഡ് ചെയ്യുന്നു. ഒപ്പം ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്, മാറുന്നില്ല. നമ്മൾ ഇതിലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം സരിൻ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റമാണ്. പാർട്ടി വോട്ടുകളിലെല്ലാം നിലനിർത്തിയത് കൊണ്ടാണോ ഇങ്ങനെ വോട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ CPIM-ന് അങ്ങനെ സംഘടനാ സംവിധാനവും ഉറച്ച വോട്ടുകളുള്ള സ്ഥലമൊന്നുമല്ല ഇത്. അവിടെ അപ്പുറത്തുനിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു. സരിന്റെ സ്ഥാനാർത്ഥിത്വം സ്ട്രാറ്റജിക്കായ ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് വേണമെങ്കിൽ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ പറയാൻ കഴിയുന്ന നിലയ്ക്കാണ് വോട്ടിന്റെ കണക്ക്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കളുടെ ചങ്കിടിപ്പാണ് പാലക്കാട്. എന്തുമാത്രം ചങ്കിടിപ്പോടെയായിരിക്കും 3 മുന്നണി സ്ഥാനാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
എന്ത് സംഭവിക്കും, ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് വളരെ അല്ല, ഇത് മുന്നണികളെ സംബന്ധിച്ച് പക്ഷേ ഞാൻ പറയുന്നത് UDF-നാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഇപ്പോഴും ഉള്ളത് എന്ന് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കുറയുന്നതോടും BJP-യോടത് കുറയുന്നതോറും LDF-ന് ഒരു വിജയസാധ്യത എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ UDF-ന് വിജയസാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത്. ഏതായാലും പാലക്കാട് BJP-യുടെ നമ്പർ കുറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസം കൊള്ളുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും UDF ക്യാമ്പുമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ പോക്ക് പോയാൽ BJP ദുർബലപ്പെടാനുള്ള സകല സാധ്യതകളുമാണ് തെളിഞ്ഞു വരുന്നത്. 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയമാണ് കേട്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇതിവിടെ 1016 വോട്ട് മാത്രമേ ഉള്ളൂ. ഈ ശ്രീധരന്റെ കണക്ക് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതേ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന വോട്ട് പോലും ഇത്തവണ നിലനിർത്താൻ BJP-ക്ക് ശക്തി കേന്ദ്രത്തിൽ കഴിയുന്നില്ല എങ്കിൽ, ശക്തി കേന്ദ്രവും കഴിഞ്ഞ് അപ്പുറത്തെ ഉള്ളവരുടെ ശക്തി കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ BJP പെടാപ്പാട് പെടും. അതുകൊണ്ട് ഇവിടെ പരമാവധിയിലേക്ക് പോവുക, പരമാവധി തിളക്കമുള്ള കൂറ്റൻ ലീഡ് ഉണ്ടാക്കുക എന്നത് പാലക്കാട് BJP-യെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു സമയത്ത് അവർ നിന്ന് വേർക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ദുർബലമായ ഒരു മുന്നേറ്റം നടത്തുന്നു. ദുർബലം എന്ന് പറയുമ്പോൾ 1000 വോട്ടിൽ ലീഡ് ദുർബലമായ മുന്നേറ്റമല്ല ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ. പക്ഷെ BJP-യെ സംബന്ധിച്ച് അവർക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നിലനിർത്താൻ കഴിയാത്ത തരത്തിലുള്ള പരിസ്ഥിതിയുള്ള നാട്ടിലൂടെയാണ് വോട്ടെണ്ണലിന്റെ വണ്ടി പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കിലോമീറ്ററുകൾ പിന്നിടുമ്പോൾ പരമാവധിയിൽ എടുത്തുയർത്തി നിർത്തിയാൽ മാത്രമേ BJP-ക്ക് പിന്നീട് വിജയത്തെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയൂ എന്നത് കാണണം. ഒരു BJP അനുകൂല ട്രെൻഡ് ഒന്നും ഉള്ളതിന്റെ ഒരു സൂചനയും നമുക്ക് ഇത് വെച്ച് എടുക്കാൻ കഴിയില്ല എന്നാണ് കണ്ട കാര്യം. അങ്ങനെ ട്രെൻഡ് ഉണ്ടായിരുന്ന കാലത്ത്, വിജയിക്കാൻ കഴിയാതിരുന്ന കാലത്തും ഇതിൽ കൂടുതൽ വോട്ട് BJP-ക്ക് ഉണ്ടായിരുന്നു. 1016 വോട്ട് കൊണ്ട് ശ്രീകൃഷ്ണകുമാർ കടന്നുകൂടുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. തൊട്ടു പിറകിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയാണ്. രാഹുലും കഴിഞ്ഞ തവണത്തേക്കാൾ UDF-നേക്കാൾ വോട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നത് കാണുക. തൊട്ടു പിന്നിലുണ്ട് 4000-6000 വോട്ടിന്റെ വ്യത്യാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്കാണ് വരുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന 1116 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. രണ്ടാമത്തെ റൗണ്ട് പിന്നിടുമ്പോൾ ഇടതുവശത്തെ ടാലിയിൽ കാണാൻ പോകുന്ന കാഴ്ച എന്താണ്, കാണാൻ പോകുന്ന നമ്പർ എന്താണ് എന്നത് ഉറ്റുനോക്കുകയാണ്. ഈ പോക്ക് എന്തുമാത്രം പ്രതീക്ഷ കൊടുക്കുന്നതാണെന്നാണ് അജിംസിന് തോന്നുന്നത് ഈ പാലക്കാട്ടെ BJP-യുടെ പോക്ക്? പാലക്കാട്ട് നമുക്കറിയാം, വോട്ട് ദിനത്തിൽ, പോളിംഗ് ദിനത്തിൽ ആളൊഴിഞ്ഞ ബൂത്തുകളും വലിയ ലൈനുകളുള്ള ബൂത്തുകളും ഉണ്ടായിരുന്നു. ഇത് പാലക്കാട്ട് വളരെ സവിശേഷതയായിരുന്നു. ആളൊഴിഞ്ഞ ബൂത്തുകൾ എന്ന് പറയുന്നത് ലൈനുകൾ കുറവുള്ള ബൂത്തുകൾ പ്രധാനമായും നഗരസഭ കേന്ദ്രീകരിച്ച ബൂത്തുകളിലാണ് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പോൾ പെർസെൻറ്റേജ് കുറഞ്ഞത് ആർക്കാണ് തിരിച്ചടിയാവുന്നതെന്ന് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് നിഷാദ്. കാരണം പോൾ പെർസെൻറ്റേജ്, കാരണം BJP-യുടെ പ്രധാനപ്പെട്ട പ്രചാരണം തന്നെ ഗ്രൗണ്ട് ലെവലിൽ അതായിരുന്നു. നമ്മുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. മറ്റിടങ്ങളിൽ RSS ഇറങ്ങിയുള്ള പ്രചാരണം അതാണ്. നമ്മുടെ വോട്ടുകൾ പോൾ ചെയ്യണം, പുറത്തു പോകുന്നവരൊക്കെ വന്ന് വോട്ട് ചെയ്യണം, വോട്ടിംഗ് ദിനത്തിൽ ടൂർ പോകാൻ നിൽക്കരുത് എന്നൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ പോൾ പെർസെൻറ്റേജ് 5% കുറഞ്ഞു. കാരണം കഴിഞ്ഞ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഉയർന്ന പോൾ പെർസെൻറ്റേജ് നിലനിർത്താൻ BJP കഴിഞ്ഞില്ല, അവരുടെ പ്രചാരണത്തിന് സാധിച്ചില്ല. അത് തിരിച്ചടിയാണ് ഈ നമ്പറുകളിൽ നമ്മൾ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും അത് പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ച് BJP-യിലുള്ള അന്തഛിദ്രം കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കാണേണ്ടി വരും. അവിടെ പാലക്കാടുള്ള BJP-യുടെ പക്ഷം, ശോഭാപക്ഷം, സുരേന്ദ്രപക്ഷം എന്നൊക്കെ നമ്മൾ പൊതുവിൽ ഇതിനെ കാണുമെങ്കിലും യഥാർത്ഥത്തിൽ BJP-യിൽ ആ നഗരസഭ കേന്ദ്രീകരിച്ച് മാത്രം BJP-ക്ക് വലിയ അഖിലേക്ക് രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ അഖിൽ എന്താണ് സ്ഥിതി? എന്താണ് ഏറ്റവും അവസാനത്തെ സ്ഥിതി? എന്താണ് രണ്ടാം റൗണ്ട് ചേലക്കരയിൽ അഖിൽ?